മക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നമുക്ക് 5th യൂണിറ്റിലെ, അതായത് 5ാമത്തെ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ പാഠം ഗുഡലി തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. നോക്കൂ മക്കളെ, ഗുഡലി തോ പരായി ഹെ എന്താണ് ഇതിന്റെ അർത്ഥം? ഗുഡലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേരാണ്. പക്ഷെ ഇതൊരു മലയാളി പെൺകുട്ടിയുടെ പേരല്ല, ഉത്തരേന്ത്യൻ നെയിമാണ്. ഗുഡലി ആവട്ടെ പരായി ഹെ, പരായി എന്ന വാക്കിന്റെ അർത്ഥം അന്യയാണ്. ഗുഡലി അന്യയാണ് എന്നാണ്. ഇതെന്താണ്? ഇതൊരു കഹാനിയാണ്, കഥയാണ്. കഥ എഴുതിയിരിക്കുന്നത് കനക ശശിയാണ്. ആരെ? ഈ പാഠം എഴുതിയിരിക്കുന്ന ആരാണ്? കനക ശശി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിയാണ്. ഓക്കെ, ഈ പാഠത്തിലെ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫിലേക്ക് നമുക്കൊന്ന് നോക്കാം. എന്താ നോക്ക്. യൂം ഹി സാധാരണയായിട്ട് ബഡി ബുവ ഗുഡലി കോ അച്ചി ലഗ്തി ഹെ. ബഡി ബുവ എന്ന് പറഞ്ഞാൽ വലിയ അമ്മായി, ഗുഡലിക്കോ അച്ചി ലഗ്തി ഹെ. സാധാരണ വലിയ അമ്മായിക്ക് ഗുഡലിക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ ഉൻസെ ബാത്ത് കർണ ഉസേ കുച്ച് ഖാസ് പസന്ദ് നഹി ഹെ. ഉൻസെ ബാത്ത് കർണ എന്നാൽ അവരെ ഇഷ്ടമാണ്, പക്ഷെ അവരോട് സംസാരിക്കുക ഉസേ അവൾക്ക് കുച്ച് ഖാസ് പസന്ദ് നഹി, പ്രത്യേകിച്ച് ഇഷ്ടമില്ല. വൈസേ ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ബാത്തേം അഗർ ഖാനേക്ക് യാ സംസാരം ഒരു പക്ഷേ ഖാനേക്ക് യാ ഭക്ഷണത്തെ കുറിച്ചോ യാ ഉൻകെ ബച്പൻ കി ആ അമ്മായിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചോ ഹോം തോ ആണെങ്കിൽ ടീക്കെ. അതായത് സാധാരണ അമ്മയോട് സംസാരിക്കുന്നത് ഗുഡലിക്ക് ഇഷ്ടമില്ല, പക്ഷേ ഭക്ഷണത്തെ കുറിച്ചോ അമ്മായിയുടെ കുട്ടിക്കാലത്തിന്റെ കഥകളെ കുറിച്ചാണെങ്കിൽ ടീക്കെ, കുഴപ്പമില്ല. പർ നസീഹത്തെയും, പക്ഷേ അമ്മായിയുടെ ഉപദേശങ്ങൾ എന്താണ്? ഐസ മത് കരോ, അങ്ങനെ ചെയ്യരുത്. ഐസ മത് കരോ, അങ്ങനെ ചെയ്യരുത്. ഐസെ പട് പട് മത് ബലോ, ഇടി അങ്ങനെ പടപടപടാ എന്ന് പറഞ്ഞ് സംസാരിക്കില്ല. ഐസെ ദം ദം മത് ചലോ, അങ്ങനെ ഇളകി ആടി ഓടിച്ചാടി നടക്കല്ല. ഏക് ദിൻ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരുന്നു, നീ അങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ പറയരുത്, അങ്ങനെ പൊട്ടിച്ചിരിക്കരുത്, പടപടാന്ന് സംസാരിക്കരുത്, ഓടിച്ചാടി നടക്കാൻ പാടില്ല എന്നൊക്കെ ഇവളോട് അമ്മായി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഏക് ദിൻ ഒരു ദിവസം ഗലത്തീസെ തെറ്റോടുകൂടി ഉസ്നെ പൂച്ചിക്കിലിയ അമ്മയോട് തർക്കിച്ച് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് തെറ്റാണ്, ചോദിക്കാൻ പാടില്ല, അത് തെറ്റാണെന്നറിയാം. എങ്കിൽ പോലും അവൾ ചോദിച്ചു, ക്യോം, എന്തുകൊണ്ട്? അപ്പോഴേക്കത് അമ്മായി ആരംഭിച്ചു. അരേ ചോരി, എരി പൊട്ടത്തി, ലോക് നാം തോ തെരി മാംകോ രക്കേങ്കെ, നാട്ടുകാർ ചിത്തപ്പേര് നിന്റെ അമ്മയ്ക്കാണ് വെക്കുക. കഹേങ്കെ എന്താണെന്നറിയോ? നാട്ടുകാർ പറയും കുച്ച് സിഖായ നഹി, ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന്. ഐസി കരേങ്കയ്ക്ക് അപ്പനെ ഗർ ജാക്കർ, ഇതൊക്കെയാണോ നീ നിന്റെ വീട്ടിൽ പോയാൽ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു. ആര്? അമ്മായി ഒറ്റ ചോദ്യം. ഗുഡലി പോലി. അപ്പൊ ഗുഡലി പറഞ്ഞു, അപ്പനീ ഗർ, എന്താ അമ്മായി നിങ്ങൾ പറഞ്ഞേ? എന്റെ വീടോ? യഹി തോ മേരാ ഗർ ഹേ, അമ്മായി ഇതാണ് എന്റെ വീട്. ജഹാ മേ പൈദാ ഹുയി ഹും, ഞാൻ ഇവിടെയാണ് ജനിച്ചത്. അപ്പോൾ എന്ത് ചെയ്തു? പോവാം അമ്മായി ഹാംസിക്കെ പോലി. അമ്മായി ചിരിച്ചോണ്ട് പറഞ്ഞു, എന്താണ്? അരി, എടി. എന്താണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ? ബേവ്കൂഫ്, വിഡ്ഢി, നീ ഇവിടെ ജനിച്ചെന്നോ? ഒക്കെ ശരിയായിരിക്കാം, പക്ഷെ ഈ വീട് അന്യരുടേതാണ്. ബാക്കി ലഡ്കിയോം കി തരഹ്, നാട്ടിലുള്ള മറ്റു പെൺകുട്ടികളെ പോലെ ഈ വീട്ടിൽ ജനിച്ച മറ്റു പെൺകുട്ടികളെ പോലെയും തൂ ബി കിസി ഔർ കി അമാനത്ത് ഹെ, നീ മറ്റാരുടെയോ അമാനത്ത് ഹെ, നോക്കാൻ ഏൽപ്പിച്ച സമ്പത്ത് മാത്രമാണ്, നിന്റേതല്ല ഈ വീട്. സസുരാൽ ഹി തെരാ അസലി ഗർ ഹോഗ, ഭർത്തൃ വീടായിരിക്കും നിന്റെ ഒറിജിനൽ വീട്. ജയ്സെ ദേഖ്, ഒന്നും കൂടെ നോക്ക്, നീ വീട്ടിലാ ജനിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞല്ലോ അല്ലേ? എന്താണ് ജയ്സെ ദേഖ്, ഒന്നും കൂടെ നോക്കിയേ. പൈദാ തോ മേംബി ഇസി ഗർമേ ഹുയി ഹി, ജനിച്ചത് ഞാനും ഈ വീട്ടിൽ തന്നെയാണ്, നിന്റെ അച്ഛന്റെ സഹോദരിയായിട്ട് ഇവിടെ ജനിച്ചാണ്. എന്നാൽ അബ് തേരെ ഫൂഫാജി, നിന്റെ ഫൂഫാജി ഉണ്ടല്ലോ, അതായത് എന്റെ ഭർത്താവ് വീടിന്റെ മുൻപിലിരിക്കുന്നത്, ഉൻകാ ഹി ഗർ ഹി മേരാ ഹേ, അദ്ദേഹത്തിന്റെ വീടാണ് എന്റെ ഒറിജിനൽ വീട്. കുച്ച് സമച്ചി, എന്തെങ്കിലും മനസ്സിലായി? അപ്പോ ഇത് നിന്റെ വീടല്ല എന്ന് പറയുമ്പോ, നീ ഇവിടെയാണ് ജനിച്ചതെന്ന് എന്നോട് തർക്കിക്കുമ്പോ, നിന്നേക്കാൾ മുമ്പേ ഈ വീട്ടിൽ നിന്റെ അച്ഛന്റെ പെങ്ങളായിട്ട് ഇവിടെ ജനിക്കുകയും വളരുകയും വലുതാവുകയും ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അന്നും ഇതെന്റെ വീടല്ല, ഇന്നും എന്റെ വീടല്ല ഇത്. ഓക്കെ, നിന്റെ ഫൂഫാജി ഇല്ലേ, അതായത് എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന്റെ വീടാണ് എന്റെ വീട്. മനസ്സിലായി എന്ന് ചോദിച്ചു. ഗുഡലി ടുനക്കെ പോലി. അത് കേട്ടപ്പോ ഗുഡലി പിണങ്ങിക്കൊണ്ട് പറഞ്ഞു, മേ നഹി മാനത്തി, നിങ്ങൾക്കൊക്കെ അങ്ങനെയായിരിക്കും, പക്ഷെ ഞാനും അംഗീകരിക്കില്ല. ഓർ ബാഹർ ചലിഗി, അതും പറഞ്ഞ അവള് പുറത്തേക്ക് ഒറ്റ പോക്ക്. പീച്ചേസെ ബുവാക്കി ആവാസ് സുനായി ദി, പിറകുന്ന് ഈ അമ്മായി ഉറക്ക വിളിച്ചു പറഞ്ഞു, ചൈദു ഹോഗൈ, 14 പർ അക്കൽ നഹി ചോരിക്കോ, അക്കൽ ബുദ്ധി നഹി ആയി ചോരിക്കോ, ഈ വിഡ്ഢിക്കുട്ടിക്ക്, ഈ പൊട്ടത്തി കുട്ടിക്ക് 14 വയസ്സായി, എന്നിട്ട് വിവരം വെച്ചിട്ടില്ലാന്ന്. അപ്പോ ഇത് ഉറക്ക വിളിച്ചു പറഞ്ഞപ്പോ മോളങ്ങോട്ട് ഓടിപ്പോവുകയും ചെയ്തു. അമ്മായി ഉറക്ക വിളിച്ചു പറയുകയും ചെയ്തപ്പോ അടുക്കള ഭാഗത്ത് നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞു, ഗുഡലിയുടെ അമ്മ പറഞ്ഞു, മാം ബോലി ബച്പനാ ഹേ,
കുട്ടിക്കാലമല്ലേ ദീദി, ബച്പനാഹേ ദീദി, കുട്ടിക്കാലമല്ലേ ദീദി, സമജ് ജായകി, അത് വലുതാകുമ്പോൾ അങ്ങ് മനസ്സിലായിക്കൊള്ളുന്നു. അതാര് കേട്ടു? ഗുഡ്ലി കേട്ടു. മാംകോ ബുവാക്ക സാത്ത്, അമ്മായി അമ്മ, മാംകോ അമ്മ, ബുവാക്ക സാത്ത് അമ്മായിയുടെ കൂടെ ദേത്താദേക്ക് നിൽക്കുന്നത് കണ്ടിട്ട് ഗുഡ്ലി ഗുസ്സേക്കെ സാത്ത്, ഗുഡ്ലി വളരെ ദേഷ്യത്തോടു കൂടി ഉദാസ് ബി ഹോ ഗയി, അവിടുന്ന് എന്തായി, അവിടുന്ന് വല്ലാതെ മൂഡ് ഓഫ് ആയി പോയി. और सीटियों पर बैठ गई, അവള് വീടിന്റെ സ്റ്റെപ്പിൽ പോയിരുന്നു. സോചത്തി രഹി, അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ക്യാ യേ ഗർ ഉസ്കാ നഹി ഹൈ, ഈ വീടെന്താ അവളുടേതല്ലേ? ക്യാ ഉസ്കെ ആം കി കൈരിയാം വ കബി നഹി കാ പായെങ്കി, എന്താ ഈ മാവിൽ ഉണ്ടാകുന്ന പഴങ്ങളും ചെറുമാങ്ങളൊന്നും അവൾക്ക് ഒരിക്കലും തിന്നാൻ കഴിയില്ലേ? ഉസ്കാ കുത്ത, അവളുടെ പട്ടി, നാനു ബി ഉസ്കാ നഹി ഹൈ, നാനും അവളുടേതല്ലേ? ബഗീച്ചെ മേ ഉൻകി ബനായി ക്യാരിയാം, പൂന്തോട്ടത്തിൽ അവൾ ഒരുക്കിയിരിക്കുന്ന പൂത്തടങ്ങൾ, മച്ചിലിയോം കേലിയ താലാവ്, മീനുകൾക്ക് വേണ്ടിയുള്ള കുളം, ക്യാ വോ ബി ഉസ്കെ നഹി ഹൈ, എന്താ അതും അവളുടേതല്ലേ? ഇത്തനേമേം മാ മുസെ ഡൂണ്ടി വഹാ മാ പോഞ്ചി, അവൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെ കാണാതിരുന്നപ്പോൾ സ്റ്റെപ്പിന്റെ അടുത്തേക്ക് അമ്മ അവളെ അന്വേഷിച്ചു വന്നു. ഗുഡലിക്കോ ഉദാസ് ദേക്ക്, ഗുഡലി മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ടപ്പോ ഗലേ ലെഗാക്കർ ബോലി, അവളെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ബേഠാ, ബേഠ എന്ന് പറഞ്ഞാൽ ആൺകുട്ടി എന്നാണ്, ഇവിടെ മകളാണ്, പക്ഷേ ഹിന്ദിയിൽ അങ്ങനെ പ്രയോഗമുണ്ട്. ബേഠ എന്ന് പറഞ്ഞാൽ കുഞ്ഞേ എന്നൊരർത്ഥമുണ്ട്. കുഞ്ഞേ, ബുവാക്കി ബാത്ക ബുരാ മത്മാൻ, അമ്മായി പറഞ്ഞത് നീ ഇങ്ങനെ ബുരാ മത്മാൻ, മോശമായി കണ്ടില്ല. ഓർ ജോ കൽ ഹോനാ ഹേ, നാളെ എന്താണോ സംഭവിക്കാൻ പോകുന്നത്, ഉസലേക്കർ ആജ് ക്യോ പരേശാനെ, അത് ആലോചിച്ചിട്ട് നീ എന്തിനാ ഇന്നേ ടെൻഷൻ അടിക്കുന്നത്? അതായത് ഭർത്തൃ വീടാണ് നിന്റെ വീട് എന്നൊക്കെ പറയുമ്പോൾ ഏതോ ഒരു വീട്ടിലാണ് നിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്, അതൊക്കെ ആലോചിച്ച് നീ ഇപ്പോഴേ എന്തിനാ ടെൻഷൻ അടിക്കണം? ഏ ദിൻ ഫിർ ലൗട്ട് കെ നഹി ആനെ വാലാ ഹേ, ഇന്ന് നീ കരഞ്ഞു തീർക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, എൻജോയ് ചെയ്യേണ്ട ദിവസങ്ങളാ, അത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടിയില്ല. പിന്നെയോ ആനെ വാല ഹേ, ഇനെ ജി ഭർ കെ ജീലേ, ഇതിനെ നീ എൻജോയ് ചെയ്ത് ജീവിക്കും. മാം കി ബാത്തോ സെ ഗുഡ്ലി और भी हदाश हो गई, അമ്മ ഇങ്ങനെ കൂടി സംസാരിച്ചപ്പോൾ അവൾ വല്ലാതെ വിഷമത്തിലായി. ലഗ, അവൾക്ക് തോന്നി ജൈസെ ഉൻകെ പൈരോം കെ നീച്ചെ സെ, അവളുടെ കാലിന് ചോട്ടിൽ നിന്ന് ജമീൻ ഖീഞ്ച് ലീ ഗയി ഹോ, മണ്ണൊലിച്ചു പോവുകയാണോ എന്ന് അവൾക്ക് തോന്നി. ഉസെ യാദായ, അവൾക്ക് ഒരു ഓർമ്മ വന്നു. പിച്ചിലെ കഴിഞ്ഞ സാൽ വർഷം ദീദിക്ക് ഷാദിമേ, ചേച്ചിയുടെ വിവാഹം നടക്കുമ്പോൾ, സബ കിത്തനെ ഖുഷ്ദേ, അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ വർഷം നടന്നപ്പോൾ അവൾ എത്രമാത്രം എല്ലാവരും ഹാപ്പി ആയിരുന്നു എന്ന് അവൾ ആ സമയത്ത് ഒരു വർഷത്തെ പിൻപിലേക്കുള്ള കാര്യം ചിന്തിച്ചു. ഗർ മെഹമാനോ സെ ബരാദ, വീട് മെഹമാനുകളെ കൊണ്ട്, അതിഥികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയായിരുന്നു. സാരേ ചച്ചേരെ മമ്മേരെ ഭായ് ബഹൻ ആയേ ഹുയേത്, സാരേ ചച്ചേരെ പിതാവിന്റെ ബന്ധുക്കളും, മമ്മേരെ മമ്മിയുടെ ബന്ധുക്കളും, ഭായ് ബഹൻ അവരിലുള്ള സഹോദരി സഹോദരന്മാരും ആയേ ഹുയേ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ കുടുംബത്തിലുള്ളവരും അമ്മ കുടുംബത്തിലുള്ളവരും എല്ലാ സഹോദരി സഹോദരന്മാരും അവിടെ വന്നിരുന്നു. ഗുഡലി ബി കിത്തനി ഖുഷ് ദി, അന്ന് ഗുഡലി അന്ന് വളരെ ഹാപ്പി ആയിരുന്നു. കോയി രോക്ക് ടോക്ക് നഹീദ, ആ കല്യാണ സമയത്ത് ആരും തടയാനും പറ്റുമൊന്നുമില്ലായിരുന്നു. അമ്മായി മാത്രം വന്നപ്പോഴാണ് എല്ലാം നിയന്ത്രിച്ചു നടക്കുന്നത്. ബസ് ഫുൾ മസ്തിരി, അന്ന് വളരെ എൻജോയ് ചെയ്താണ് കഴിഞ്ഞുകൂടിയത്. ഇസി ബീച്ച്, അങ്ങനെ കല്യാണം അടുത്ത് വരുമ്പോഴാണ് ഇസി ബീച്ച് ഷാദി കെ കാർഡ് ചപ്പക്കയായെ, കല്യാണ കത്ത് പ്രിന്റ് ചെയ്ത് എല്ലാവരും ക്ഷണിക്കാനുള്ള ഇൻവിറ്റേഷൻ ലെറ്റർ അപ്പോഴേക്കെത്തി. അത് ഏതാണ്ട് ഒരു 2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ കല്യാണ വീട്ടിലേക്ക് ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ അടിച്ചത്. ആ സമയത്ത് അവൾ ആലോചിച്ചു, ഗുഡ്ലി ബഡി ഉത്സുകതി, ആ ഇൻവിറ്റേഷൻ ലെറ്റർ വായിക്കാൻ ഗുഡ്ലിക്ക് ഭയങ്കര ആവേശമായി. ജൈസെ തൈജെ പൂജ പാടിക്കെ ബാദ്, ആ ഇൻവിറ്റേഷൻ ലെറ്റർ നേരിട്ട് പൂജാമുറിയിൽ കൊണ്ടുപോയി പൂജ വെച്ചതിന് ശേഷം ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് കാർഡ് ആത്മീയായ കാർഡ് കയ്യിൽ വന്നു. തോ ഗുഡലിക്ക, അപ്പോൾ ഗുഡലിയുടെ മൂഹുദർ ഗയ, അവളുടെ മൂഹുദർ ഗയ എന്ന് പറഞ്ഞാൽ അവൾ ആകെ മൂഡ് ഓഫ് ആയി പോയി, സങ്കടപ്പെട്ടു. വൗ താവുജി കെ പാസ് ജാക്കർ ബോലി, അവൾ താവുജി, ആ വീട്ടിലെ കാരണവരായ മുത്തശ്ശന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ചച്ചന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. താവുജി കെ പാസ് ജാക്കർ ബോലി, ദേഖിയേ ഭയ്യാ, ദേഖിയേ നോക്കൂ, ഭയ്യാ മേരാ നാം കാർഡ് മേ ചപ്പാനാ ബോൽക്ക, ഇവളെ ഏട്ടനാണ് ഈ കത്തടിക്കാനൊക്കെ പോകുന്നത്, സഹോദരൻ എന്റെ പേര് ഇതിന്റെ അകത്ത് പ്രിന്റ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്താ, വിവാഹം നടക്കുന്ന ഇവളുടെ ചേച്ചിയാണ്, ചേച്ചിയുടെയും ഭർത്താവിന്റെയും അവരുടെ ഫാദറിന്റെയും മദറിന്റെയും ഇവരുടെ ഫാദറിന്റെയും മദറിന്റെ ഒക്കെ പേര് എഴുതിയിട്ട് അവസാനം സ്നേഹപൂർവ്വം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ അവസാനം നിങ്ങൾക്കറിയിലേക്ക് അടിയിൽ ചൊണ്ടു കുന്നു മുന്നു എന്ന് പറഞ്ഞ ചെറിയ കുട്ടികളുടെ പേരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എഴുതിയേക്കല്ലേ, അങ്ങനെ എല്ലാവരും പേര് എഴുതി. പക്ഷെ ആ വീട്ടിലുള്ള ഗുഡലിനെ മാത്രം പേര് എഴുതിയില്ല. അപ്പോ താവുജി, അപ്പൊ അവൾ എന്ത് പറഞ്ഞു, ദേക്കിയേ ഭയ്യാ, നോക്കൂ, ഭയ്യ മേരാ നാം, മുത്തശ്ശനോട് പറഞ്ഞു, ദേക്കിയെ നോക്കൂ, ഭയ്യ മേരാ നാം കാർഡ് മേ ചപ്പുവാന ഭൂൽ ഗയ, ഏട്ടൻ എന്റെ പേര് ഇതിൽ ചപ്പുവാന പ്രിന്റ് ചെയ്യാൻ മറന്നുപോയി. താവുജി പോലെ. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, ഭൂലാ നഹീരേ, മറന്നതല്ലടി, അപ്പനെ ഗർക്കി ചോരിയോക്കെ നാം, സ്വന്തം വീട്ടിലെ പെൺകുട്ടികളുടെ പേര് ചോരിയോക്കെ പെൺകുട്ടിയുടെ നാം കാർഡ് പർ നഹി ചപ്തേ, കാർഡിൽ പ്രിന്റ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗുഡ്ലി पर ताऊजी എന്നാ മുത്തശ്ശ, ഇസ്മ ഇതിന്റെ അകത്ത് ഭയ്യാക്കെ ചോട്ടെ ബേട്ടേക്കാ ബി, ഈ കത്തടിക്കാൻ പോയ എന്റെ ചേട്ടന്റെ കൊച്ചു മകന്റെയും
ബേട്ടെ കാ ബി നാം ഹേ, പേരടിച്ചിട്ടുണ്ടല്ലോ. ജോ അബി ബോൽ ബി നഹി സക്ത, അവൻ സംസാരിക്കാൻ പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രസവം കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. തോ മേര, എന്നിട്ടാണ് എന്റെ നടിക്കാത്തത് എന്ന് വെച്ചു. അപ്പോ അടുത്ത പാരഗ്രാഫ് നോക്കൂ. തോ ക്യാ ഹുവാ, എന്നാൽ എന്താണടി? തേരെ നാം തോ തേരെ അപ്പനെ കാർഡ് മേ ചപ്പായിക യഹാ നഹി, നിന്റെ പേര് നിന്റെ വീട്ടിലടിക്കുന്ന കത്തിൽ പ്രിന്റ് ചെയ്യും, ഇവിടെയല്ല. അപ്പൊ ചൽ ബാഗ് യഹാസെ, എഴുന്നേറ്റ് പൊടി ഇവിടുന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? താവൂജ് പറഞ്ഞു. ഗുഡലി രോനിലേക്ക്, ഗുഡലിക്ക് അറിയാൻ തുടങ്ങി. തോ ബുഗാനെ ഠാണ്ട, അപ്പോ ബുഗ അമ്മായി വന്നിട്ട് ഠാണ്ട വഴക്ക് പറഞ്ഞു, ശകാരിച്ചു. ക്യാ ഷാദിക ഗർമയും മൻഹൂസിയത്ത് ഫൈലാരഹിയെ, എന്താ ഒരു വിവാഹ വീട്ടിൽ കല്യാണ വീട്ടിൽ അസ്വാരസം വരുത്തുകയാണോ? തബി മാമനെ അപ്പനെ ഹാത്തസെ, അപ്പൊ ഇതൊക്കെ കണ്ടും കേട്ട് നിൽക്കുന്ന അമ്മ എന്ത് ചെയ്തു? തന്റെ കൈകളിലെ ഒരു പേന എടുത്തിട്ട് അപ്പനെ ഹാത്തസെ തന്റെ കൈ കൊണ്ട് ഉസ്കാ നാം കാർഡ് पर लिख दिया, അവളുടെ പേര് കാർഡിന്റെ അകത്ത് എല്ലാവരും ബന്ധുമിത്രാദികളെ പേര് എഴുതിയപ്പോ ഗുഡലി എന്ന് എഴുതി കൊടുത്തു. ഈ അക്ഷർ, പക്ഷേ ആ അക്ഷരം ചപ്പായി ജൈസെ നഹിദെ, പ്രിന്റ് ചെയ്ത അക്ഷരത്തിന് സമാനമായി ഒരേ രീതിയിൽ തോന്നായിരുന്നില്ല. ഫിർബി, എന്നിട്ടും ഗുഡലി മാം കെ പ്യാർ സെ മാൻ ഗയി, ഗുഡലി അമ്മ കാണിച്ച സ്നേഹത്തെ റെസ്പെക്ട് ചെയ്തു. ഓക്കെ, പർ അബ് തോ ഹദ് ഹോ ഗയി, പക്ഷേ അവൾക്ക് എന്നിട്ടും എന്തായി? അല്പ ഒരു ആശ്വാസമായി. ഓർ ഗുഡലി ചുപ് രഹനെ വാലോമേ, പക്ഷേ ഗുഡലി ആട്ടെ ചുപ് രഹനെ വാലോമേ സേ നഹി ഹെ, അവൾ മിണ്ടാതിരിക്കുന്ന പെൺകുട്ടികളിൽ ഒരാളായിരുന്നില്ല. വ അപ്പനെ ദീദിക്ക് സാത്ത്, അവൾ തന്റെ ചേച്ചിയുടെ കൂടെ ബിത്തായെ കഴിച്ചുകൂട്ടിയ മജേദാർ രസകരമായ ദിനോക്കി യാദ് കർണയിലേക്ക്, ആ നാളുകൾ ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പുള്ള ചേച്ചിയുടെ ഒപ്പം കഴിച്ചുകൂട്ടിയ നാളുകളെ കുറിച്ച് അവൾ ചിന്തിച്ചു. സാത്ത് സാത്ത് കഹാനിയാ പഠന, കൂടെ കൂടെ ഒരുമിച്ചിരുന്ന് കഥകൾ പഠിക്കുമായിരുന്നു. ഗാനേ ഗാന, പാട്ട് പാടുമായിരുന്നു. ചിത്ര ബനാന, ചിത്രം വരയ്ക്കുമായിരുന്നു. മസ്തി കർണ, കുസൃതി കളിക്കുമായിരുന്നു. ഓർ ഖൂബ് ഹംസ, ധാരാളം ചിരിക്കുമായിരുന്നു. പർ ഷാദിക്ക് 3 ദിൻ ബാദ്, പക്ഷെ ഈ ചേച്ചിയെ കല്യാണം കഴിച്ച് വിട്ട് 3 ദിവസം കഴിഞ്ഞ് ചേച്ചി വീട്ടിൽ വന്നപ്പോൾ, ജബ് ദീദി ഗർ ആയി, എപ്പോ ദീദി വീട്ടിൽ വന്നോ, തോ ഏകദം ബദൽ ചുക്കി ദി, പൂർണ്ണമായിട്ട് മാറിപ്പോയിരുന്നു. ഒരു അന്യ സ്ത്രീയെ പോലെയാണ് എന്നോട് അവൾ പെരുമാറുന്നത്. ന പഹലെ ജൈസി മസ്തി ഖോർ, പണ്ടത്തെ പോലെ ഒരു കുസൃതി കളിയുമില്ല. ന ബാത്തൂനി, ഒരു സംസാരവുമില്ല. അബ് സാഡി പകൻ, ഇപ്പോൾ അവൾ സാരി എടുത്തുകൊണ്ട് സിമട്ടി രഹനയിലേക്ക് കുണുങ്ങിയാണ് വരുന്നത്. നേരത്തെ ഓടിച്ചാടി ഇവളുടെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ചേച്ചി കേവലം വിവാഹം കഴിഞ്ഞ് 3-ാം നാൾ തിരിച്ചു വന്നപ്പോൾ ആ ചേച്ചി സാരി എടുത്ത് കുണുങ്ങി അടങ്ങി ഒതുങ്ങി സംസാരിക്കുന്നു. ഒന്നും വേറെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല, കുസൃതി കളിക്കുന്നില്ല. വല്ലാത്തൊരു ചേഞ്ച്. ഓർത്തോ ജിസ് ബായിക്കോ വൈ നക്കടു, മാത്രമല്ല അവൾ ഏതൊരു സഹോദരനാണ് നക്കുടു, നേരത്തെ കല്യാണത്തിന് മുമ്പ് നക്കുടു എന്ന് കുറുമ്പൻ എന്ന് വിളിച്ച് നക്കുടു കാക്കർ ബുലാത്തിദി വിളിച്ചിരുന്നത്. ഉസേ അബ് വ, ഇപ്പോൾ 3 ദിവസത്തിന് ശേഷം അവൾ ഭയ്യാ കഹനയിലേക്ക്, സഹോദര എന്ന്, ഭയ്യാ ചേട്ട എന്നാണ് വിളിക്കുന്നത്. ഹലാങ്കി ഷാദിത്തോ ഭയ്യാക്കി ബി ഹുയി, പക്ഷെ ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെ സഹോദരന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. पर वह अब भी अपने दोस्तों के साथ, പക്ഷേ അവനിപ്പോഴും ഒരു മാറ്റമില്ല. കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും കുട്ടിയൊന്നായിട്ടും ഒരു മാറ്റമില്ല. അവൻ दोस्तों के साथ ക്രിക്കറ്റ് खेलता है, അവൻ പോയി ക്രിക്കറ്റ് കളിക്കുന്നു. खाने में नखरे, ഭക്ഷണം വിളമ്പുന്ന സമയത്ത് നക്കരെ കുസൃതി अब पहले से भी ज्यादा करने लगा, നേരത്തെ ഉള്ളതിനേക്കാൾ അധികം ചെയ്യുന്നു. और वह अभी भी दीदी को, അവൻ ഇപ്പോഴും കല്യാണം കഴിച്ചു കൊണ്ടുപോയ 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന ചേച്ചിയെ ചുഹിയ ബുലാത്തെ, ചുണ്ടലി എന്ന് തന്നെയാണ് ഇപ്പോൾ വിളിക്കുന്നത്. നേരത്തെ നക്കുടു ചുഹിയ എന്നായിരുന്നു വിളിച്ചോണ്ടിരുന്നത് ഇവർ കുസൃതി കളിച്ചപ്പോ. പക്ഷേ ചേച്ചി വിവാഹം കഴിഞ്ഞ് വന്നപ്പോ അവള് നക്കുടു എന്നുള്ള വിളിയ മാറ്റിയിട്ട് ഭയ്യ എന്നാക്കി. പക്ഷെ വിവാഹം കഴിച്ചു കൊടുത്തിട്ടും അവളെ ഇപ്പോഴും സഹോദരൻ വിളിക്കുന്നത് എന്താണ്? ചുഹിയ എന്ന് തന്നെയാണ്. സബ് കുച്ച് കിത്തന ഊണ്ട് പണ്ടാക്കുകയെ, എല്ലാം എത്രമാത്രം നേരെ തലതിരിഞ്ഞിട്ടാണ്. ദേർ രാത് തക്ക് യഹി സബ് സോച്തി രഹി ഗുഡ്ലി, ഒരുപാട് നേരം വരെ രാത്രി ഇത് തന്നെ ചിന്തിച്ചിരുന്നു നമ്മുടെ ഗുഡലി. ഫിർ കുച്ച് സോച്ച് മുസ്കുരായി, എന്നിട്ട് എന്തോ ചിന്തിച്ച് പുഞ്ചിരിച്ചു. ഓർ സോഗയി, അവൾ പോയി കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നെയോ സുബഹു ഗുഡലിയുടി, പിറ്റേന്ന് അതിരാവിലെ ഗുഡലി എഴുന്നേറ്റു. ഓർ സമയസെ കാഫി പകലെ, സമയസെ സാധാരണ സമയത്തേക്കാൾ കാഫി പകലെ കുറെ നേരത്തെ. എന്നിട്ടോ സ്കൂൾ കേലിയെ തയ്യാർ ഹോഗി, അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി തയ്യാറായി. ഓർ കിടക്കി സെ ജനലിൽ നിന്ന് ബഗീച്ചേക്കോ നിഖാറിലേക്ക്, പൂന്തോട്ടത്തെ അവൾ നോക്കാൻ തുടങ്ങി. തബി പപ്പായെ, അപ്പൊ പപ്പ അങ്ങോട്ട് വന്നു. ഓർ ബോലെ, എന്നോട് പറഞ്ഞു, ബേട്ടാ ആജ് പൗദോങ്കോ പാനി നഹി പിലായ ക്യാ, എന്താ കുഞ്ഞേ നീ ഇന്ന് ചെടികൾക്കൊന്നും വെള്ളം ഒഴിച്ചില്ലേ? അപ്പോ അവൾ പറയാ, നക്കടു, അതെ നക്കടൂലേ, മത്തലബ് ബയ്യാസേ കഹോ, നിങ്ങൾ ചേട്ടനോട് പറയൂ, യേ സബ് ഉസീക്കാ ഹെ, ഇതൊക്കെ അവൻ്റെതല്ലേ അച്ഛാ, തോ വഹി കരേക, അപ്പൊ അവൻ തന്നെ ചെയ്യും. और वैसे भी मैं तो पराया धन हूं, ഞാനാകട്ടെ മറ്റുള്ളവരുടെ സമ്പത്താണല്ലോ.
ഗുഡ്ലി തപ്പാക് സെ ബോലി. ഗുഡ്ലി തപ്പാക് സെ ബോലി എന്ന് പറഞ്ഞാൽ അപ്പനോട് മുഖത്തടിച്ച പോലെ പറഞ്ഞു. തബി ചൗക്കെ സെ, അപ്പോ അടുക്കള ഭാഗത്തുനിന്ന് തായിജി കി ആവാസ് ആകി, മുത്തശ്ശിയുടെ ശബ്ദം കേട്ടു. ഗുഡ്ലി അപ്പനെ താऊजी को ചായ ദയാ, നീ മുത്തശ്ശിന് ചായ കൊടുത്തു വാ. ഗുഡ്ലി ധീരെ ധീരെ, ഗുഡ്ലി മെല്ലെ മെല്ലെ ചൗക്കേക്ക് അടുക്കളയുടെ ദഹ്ലീജ് തക്ക്, ഉമ്മറപ്പടി വാതിൽപ്പടി വരെ തക്ക് ഗയി പോയി. और बोली എന്നിട്ട് പറഞ്ഞു, ദേക്കിയേ തായിജി, നോക്കോ മുത്തശ്ശി, മേ പരായാ ഹൂ, ഞാൻ ആരാന്റെ മുതലാണ് കേട്ടോ, യാനി മേ ഹമാൻ, അല്ലെങ്കിൽ അതിഥിയാണ് കേട്ടോ. മുझसे काम करवाना, എന്നെ കൊണ്ട് ഈ വീട്ടിൽ പണിയെടുപ്പിക്കുക, കുछ अच्छी बात नहीं है, നല്ല കാര്യമല്ല കേട്ടോ എന്ന് പറഞ്ഞു. തായിജിനെ ഗുഡ്ലി കു തരഫ് ദേക്ക, ആ സമയത്ത് തായിജി ഗുഡ്ലിക്ക് നേരെ നോക്കി. और ഹാ ഹാ കാക്കർ ചായ ദേനെ ചലി ഗയി. ഹാ ഹാ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് അദ്ദേഹം മുത്തശ്ശന് ചായ കൊടുക്കാൻ വേണ്ടി പോയി. മാം ഗുഡ്ലിക്കോ, അപ്പോ അമ്മ ഗുഡ്ലിക്ക് അബി ടിഫിൻ പാക്ക് കർണേക്കോ ബോൽനെ വാലി ദി, ഇപ്പോൾ മോളെ ടിഫിൻ പാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാവൂ എന്ന് പറയാൻ പോവായിരുന്നു. पर ये सब सुनकर, ഇതെല്ലാം കേട്ടിട്ട് खुद ही करने लगी, അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. തബി ഭയ്യായ, അപ്പോ സഹോദരൻ അങ്ങോട്ട് വന്നു. ഗുഡ്ലിയാ അപ്പനെ നാനുക്കോ ഖാനാ നഹി ദിയാ, അല്ല ഗുഡ്ലിയാ, നീ ഇന്ന് നമ്മുടെ നാനുപ്പട്ടിക്ക് ഭക്ഷണമൊന്നും കൊടുത്തില്ലേ? അപ്പൊ അവള് പറയാം, ദേക്കോ ഭായ് സാബു, നോക്കൂ ചേട്ട സഹോദര, ആപ്പ് കുലദീപ് ഹെ, നിങ്ങൾ ആരാന്ന വിചാരം? നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കാണ്. യേ ഗർ, ഈ വീടിട്ടോ, യേ ബഗീച്ച, ഈ പൂന്തോട്ടോ, ഓർ യഹ് നാനു, ഈ പട്ടിക്കുട്ടിട്ടോ, സബ് ആപ്കാ ഹി ഹെ, എല്ലാത്തിന്റെ ഓണർ നിങ്ങളാണ്. തോ ബേഹത്തർ ഹുക, അപ്പൊ നല്ലത് എന്തായിരിക്കും? ആപ്കി ഇൻ സബ് കി ദേഖ്ഭാൽ കറി, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതെല്ലാം നോക്കി കൈകാര്യം ചെയ്തോളൂ. ഓർ വൈസേ ബി, എങ്ങനെന്നാൽ മേ തോ പരായെ അമാൻതു, ഞാൻ മറ്റുള്ളവരുടെ സമ്പത്താണ് കേട്ടോ. സബ് മൂഹ് ബായി, എല്ലാരും മുഖം വായ പൊളിച്ചു വന്നു പോയി. ഗുഡ്ലിക്കോ ദേഖ്തേ രഹേ, ഗുഡ്ലിക്ക് എന്താ വട്ടളകിയോ, അവളെ നോക്കിക്കൊണ്ടിരുന്നു. और ഗുഡ്ലി ടിഫിൻ ബാഗ് ഉഠാക്കർ, ഗുഡ്ലി ആട്ടെ ടിഫിൻ ബോക്സ് എടുത്തിട്ട് സ്കൂൾ കിലി ചൽദികി, അവൾ സ്കൂളിലേക്ക് ഒരു ഫോട്ടോ പോയി. അങ്ങനെയാണ് അവൾ അതിന് പ്രതികാരം നടത്തിയത്. അങ്ങനെയാണ് ഈ പാഠം. മക്കളെ, ഈ പാഠത്തിന്റെ കഥകൾ നിങ്ങൾ കേട്ടല്ലോ. ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട്, ഗ്രാമർ ക്വസ്റ്റ്യൻസുമായിട്ട് എല്ലാം സാറ് ലൈവിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഈ ക്ലാസ് നന്നായി പഠിച്ചു വെക്കാം. ഓക്കെ, ബൈ.